വലിയ അപകടം കേട്ടോ. നിങ്ങൾ ഈ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ സൂക്ഷിച്ചും അനുഭവത്തോടു കൂടെ ചെയ്യേണ്ടതാണ്. ശിരസിലല്ല, വേറെ ഒരിടത്തും രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ഒരാൾ അങ്ങനെ ചെയ്തു എന്നുള്ള വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടില്ല, കുരിശ് വെച്ചാ പ്രാർത്ഥിച്ചതെന്ന്. അയാളുടെ കൂടെ നിന്നിരുന്ന ആൾ പറഞ്ഞു, കുരിശ് വെച്ച് അയാളുടെ കാലിൽ വെച്ചും പ്രാർത്ഥിച്ചെന്ന് പറയും. കുരിശ് കൊണ്ട് കാലിൽ വെച്ചു. ഈ അനാവശ്യങ്ങളും ഈ തിന്മകളും ഇത്രയും മോശമായ കാര്യങ്ങളും എങ്ങനെ വരുന്നു? പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അവനോട് കൽപ്പിച്ചു, അന്ന് ആരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് യാതൊരു വരവുമില്ല. പരിശുദ്ധാത്മാവില്ലാതെ ശക്തി പ്രകടനം നടത്താൻ ചിലർക്ക് പറ്റും. അവർക്ക് രോഗശാന്തി കൊടുക്കാൻ പറ്റും, ഭാവി പ്രവചിക്കാൻ പറ്റും. പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് ഒരു ആത്മാവായിരിക്കും. പിശാചാണ് അവരെ കൊണ്ട് കളി കളിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കാനെന്ന് പറയും കയറി ഇറങ്ങി നടക്കുന്ന ചില വഴിപിഴച്ച ആൾക്കാരെ നിങ്ങൾ ഒരു കാരണവശാൽ വീട്ടിൽ കയറ്റരുത്. അമ്മമാര്, നിങ്ങളുടെ വീട്ടിൽ ആര് കയറി വന്ന് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞാൽ കത്തോലിക്കരാണെങ്കിൽ അകത്തോലിക്കരാണെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി വരുന്നവരെ നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പ്രാർത്ഥിക്കുക, ഇടവക വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുക. ധ്യാന ഗുരുക്കന്മാരത് പറഞ്ഞു വരുന്നവർ പോലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ വന്ന് നിങ്ങളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാനോ മറ്റു പ്രാർത്ഥന നടത്താൻ ഒന്നും അനുവദിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു ആത്മീയ പിതാവുണ്ട്, അത് നിങ്ങളുടെ വികാരിയച്ഛനാണ്. ആ വികാരിയച്ഛൻ നേതൃത്വത്തിൽ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നവരാണ് ധ്യാനഗുരുക്കന്മാര്. അപ്പൊ ധ്യാനഗുരുക്കന്മാർ ആ വികാരിച്ചന്മാരോട് സഹകരിച്ച ചെയ്യേണ്ടത്.